വിദേശത്തേക്ക് രേണു പോകുന്നത് സ്വർണം കടത്താനും കള്ളക്കടത്ത് നടത്താനുമാണെന്ന ആരോപണം അടക്കമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചില വ്ളോഗർമാരാണ് ഇത്തരം കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. നമ്മുടെ രേണു സുധിനെക്കുറിച്ചാണ് പുതിയ വാർത്ത. സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ ചർച്ചയാവുകയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ആളാണ് രേണു സുധി. കൊല്ലം സുധിയുടെ മരണശേഷം അഭിനയത്തിലേക്ക് കടന്നതായിരുന്നു രേണുവിന് നേരെ ആദ്യം ഉയർന്ന വിമർശനങ്ങൾക്ക് കാരണം. പിന്നാലെ മകൻ കിച്ചുവിൻ്റെ തുറന്നുപറച്ചിലുകളും ഓൺലൈൻ മീഡിയയോടുള്ള സംസാരവുമല്ല വിമർശനങ്ങൾക്ക് കാരണമായി. വിദേശത്തേക്ക് രേണു പോകുന്നത് സ്വർണം കടത്താനും കള്ളക്കടത്ത് നടത്താനും ആണെന്ന ആരോപണം അടക്കമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചില വ്ളോഗർമാരാണ് ഇത്തരം കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ പല ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും കുറിക്കുകൊള്ളുന്ന മറുപടി തന്നെ നൽകിയിരിക്കുകയാണ് രേണു സുധി. രേണുവും മാനേജരും ശരീരം മുഴുവൻ സ്വർണം ധരിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് പങ്കുവച്ചിരിക്കുന്നത്. "ഞങ്ങളെക്കൊണ്ട് ഇത്രയേ കടത്താൻ പറ്റുള്ളൂ" എന്ന് ഒരു AI ഇമേജ് രേണു സുധി കുറിച്ചിട്ടുമുണ്ട്. ഒപ്പം കൊച്ചി എയർപോർട്ടിലെ കസ്റ്റംസ് ഓഫീസർമാരും പോലീസ് ഏമാന്മാരുമെല്ലാം ഇവിടെ ഊഞ്ഞാലാടാനിരിക്കുന്നത് കൊണ്ട് സ്വർണ്ണക്കടത്ത് എളുപ്പമാണ്. ഇന്ന് ഇത്രേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, സോറി ഗായ്സ്, അടുത്ത പ്രാവശ്യം നോക്കാം എന്നും രേണു സുധി കുറിച്ചിട്ടുണ്ട്. പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയത്. ഭൂരിഭാഗവും രേണു സുധിയെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകളാണ്. കൂട്ടത്തിൽ പരിഹസിച്ചും വിമർശിച്ചും കമന്റിടുന്നവരും ധാരാളമുണ്ട്. അതേസമയം സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണ് മാതാപിതാക്കളെ ആളുകൾ വൃദ്ധസദനത്തിൽ ആക്കുന്നതും തള്ളിക്കളയുന്നതും, അതുപോലെ തന്നെ മക്കളെ തള്ളിക്കളയുന്ന മാതാപിതാക്കളെയും. ഇതൊക്കെ സ്വാഭാവികമായി നമ്മൾ വാർത്തകളിലും മറ്റും കാണുന്നതാണ്. കിച്ചുവിൻ്റെ സ്ഥാനത്ത് ഋതപ്പനാണെങ്കിൽ പോലും എന്നെ തള്ളി പറഞ്ഞാൽ അവനെ ഞാൻ അവൻ്റെ വഴിക്ക് വിടും, പിന്നാലെ പോയി ശല്യം ചെയ്യാൻ നിൽക്കുകയില്ല. കിച്ചു തള്ളി പറഞ്ഞാലും ബൈ പറയും ഞാൻ. 22 വയസ്സുള്ള യുവാവാണ് കിച്ചു. അവനെ പിറകെ പോയി ശല്യം ചെയ്യേണ്ട കാര്യമില്ല എന്ന് കരുതി അമ്മ എന്ന രീതിയിൽ കിച്ചുവിനോടുള്ള സ്നേഹം ഒരിക്കലും ഇല്ലാതാവില്ല. ആദ്യമായി എന്നെ അമ്മയെന്ന് വിളിച്ചത് കിച്ചുവാണ്. ആ ഒരു സ്നേഹം അവനോട് എനിക്ക് എന്നും ഉണ്ടാകും എന്നാണ് കിച്ചുവുമായുള്ള പ്രശ്നത്തിൽ രേണു സുധി അടുത്തിടെ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ രേണു സുധിയെക്കുറിച്ചുള്ള പുതിയ പുതിയ കമൻസുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാവരുടെയും വിശേഷപ്പെട്ട സെലിബ്രിറ്റികളുടെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.